Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഇതാണ്. Find the value of lambda and mu for which system of equations 2x plus 3y plus 5 is equal to 9, 7x plus 3y minus 2 is equal to 8, 2x plus 3y plus lambda is equal to mu has no solution, unique solution, more than one solution. ഇത് ഡിസംബർ 2020 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. ഈ പ്രോബ്ലം എങ്ങനെയൊക്കെയാണ് നോക്കാം. ആദ്യം തന്നെ ഇതിന്റെ ഓപ്പറേറ്റർ മാട്രിക്സ് എന്താണ് ഓപ്പറേറ്റർ മാട്രിക്സ്? 2 3 5 9. Then next row 7 3 minus 2 8. Next row 2 3 lambda mu. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്തേ? ഫസ്റ്റ് ഇക്വേഷൻ x ന്റെ കോഎഫിഷ്യന്റ് 2 എഴുതി, y യുടെ കോഎഫിഷ്യന്റ് 3 എഴുതി, z ന്റെ കോഎഫിഷ്യന്റ് 5 എഴുതി, 9 എഴുതി. രണ്ടാമത്തെ ഇക്വേഷനിൽ x ന്റെ കോഎഫിഷ്യന്റ് 7, y യുടെ കോഎഫിഷ്യന്റ് 3, z ന്റെ കോഎഫിഷ്യന്റ് -2, then 8. അടുത്ത ഇക്വേഷനിൽ x ന്റെ കോഎഫിഷ്യന്റ് 2, y യുടെ കോഎഫിഷ്യന്റ് 3, z ന്റെ കോഎഫിഷ്യന്റ് ലാംഡ. ഇനി നമുക്ക് ഇത് എക്കലോൺ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യാം. എക്കലോൺ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഫസ്റ്റ് റോ അങ്ങനെ എഴുതാം, 2 3 5 9. സെക്കൻഡ് റോയിൽ 7. ഈ 7 എന്ന നമ്പറിനെ നമ്മൾ എന്താക്കണം? 0 ആക്കണം. 7 എന്ന നമ്പറിനെ 0 ആക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഓപ്പറേഷൻ എന്താണ്? R2 changes to 2R2 minus 7R. അതായത് ഈ R2 എന്ന റോയിനെ നമ്മൾ എന്തുകൊണ്ട് ഗുണിക്കണം? 2 കൊണ്ട് ഗുണിക്കണം. ഫസ്റ്റ് റോയിനെ എന്തുകൊണ്ട് ഗുണിക്കണം? 7 കൊണ്ട് ഗുണിക്കണം. എന്നിട്ട് 2R2 നിന്ന് 7R കൊണ്ട് ഗുണിച്ചാൽ ഇവിടെ നമുക്ക് 0 കിട്ടും. അപ്പൊ നമുക്ക് നോക്കി 7 14 7 14 ഇവിടെ എത്ര കിട്ടി? 0 കിട്ടി. അടുത്ത നമ്പർ ഏതാണ്? ഇവിടെ നമ്മൾ 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 6 കിട്ടും. ഇവിടെ നമ്മൾ എത്ര ഗുണിക്കണം? 7 3 21. അപ്പൊ 6 മൈനസ് 21. അപ്പൊ നമുക്ക് എത്ര കിട്ടും? -15 കിട്ടും. അടുത്ത സംഖ്യ എത്ര കിട്ടും നോക്കാം. അടുത്ത് നമ്മൾ ഇവിടെ 2 കൊണ്ട് ഗുണിക്കുക, -4. ഇവിടെ നമ്മൾ എത്ര ഗുണിക്കണം? 7 5 35. അപ്പൊ ഇവിടെ എത്ര വരും? 39. അപ്പൊ അടുത്ത സംഖ്യ, മൂന്നാമത്തെ സംഖ്യ നമുക്ക് -39. അടുത്ത് ഗുണിക്കാനായിട്ട് നമ്മൾ രണ്ടാമത്തെ റോയിനെ 8 16 മൈനസ് 9 7 63. 16 63 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? -4. അപ്പൊ നമ്മൾ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലിമെന്റ് നമ്മൾ 0 ആക്കി മാറ്റി. ഫസ്റ്റ് 0 കണ്ടത് 0 ആക്കി. ഇനി അടുത്ത് എന്താണ് ചെയ്യേണ്ടത്? മൂന്നാമത്തെ റോ എടുക്കാം, R3. R3 എന്നുള്ളത് എന്താണ്? R3 മൈനസ് R1. ഇവിടെ എന്ത് വരും? 0 വരും. ഇവിടെ 3 ൽ നിന്ന് 3 കുറച്ചാൽ 0 വരും. ഇവിടെ നമുക്ക് ലാംഡയിൽ നിന്ന് 5 കുറച്ചാൽ ലാംഡ -5 വരും. ഇവിടെ mu -9. അപ്പോൾ ഫസ്റ്റ് റോ 2 3 5 9, second row 0 -15 -39, then -47 0 0 lambda -5 mu -9. ഇത് എക്കലോൺ ഫോമാണ്. ഇനി നമ്മൾ 3 കേസുകളാണ് പറയുന്നത്. ഒന്നാമത്തെ കേസ് എന്താണ്? നോ സൊല്യൂഷൻ. നോ സൊല്യൂഷൻ പറയുമ്പോൾ ലാംഡയുടെ വാല്യൂ എന്ത് വരണം? ലാംഡയുടെ വാല്യൂ 5 വരണം. മ്യൂവിന്റെ വാല്യൂ എന്ത് വരണം? mu not equal to 9. ലാംഡയുടെ വാല്യൂ 5 വരണം, mu not equal to 9. ലാംഡയുടെ വാല്യൂ 5 വന്നാൽ റാങ്ക് ഓഫ് എ എത്ര വരും? റാങ്ക് ഓഫ് എ is equal to 2. റാങ്ക് ഓഫ് എ ബി എത്ര വരും? റാങ്ക് ഓഫ് എ ബി is equal to 3. ലാംഡയുടെ വാല്യൂ 5 വരുമ്പോൾ ഈ എലിമെന്റ് 0 ആയിരിക്കും. അപ്പൊ എയുടെ പാർട്ടിലെ നമ്പർ ഓഫ് നോൺ സീറോ റോസ് എത്ര ഉണ്ടാവും? 2 നോൺ സീറോ റോസ് ഉണ്ട്. 1 2. റാങ്ക് ഓഫ് എ എത്രയായിരിക്കും? ലാംഡയുടെ വാല്യൂ 5 എടുത്താൽ ഈ എലിമെന്റ് 0 ആയിരിക്കും. റാങ്ക് ഓഫ് എ എന്ത് വരും? 0 വരും. If not equal to 9 ആകുമ്പോഴോ റാങ്ക് ഓഫ് എ ബി എത്ര വരും? 3 വരും. റാങ്ക് ഓഫ് എ is equal to 2, റാങ്ക് ഓഫ് എ ബി is equal to 3. Therefore റാങ്ക് ഓഫ് എ not equal to റാങ്ക് ഓഫ് എ ബി. റാങ്ക് ഓഫ് എ ബി no solution. No solution. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? യുണീക് സൊല്യൂഷൻ. യുണീക് സൊല്യൂഷൻ ആണെങ്കിൽ ലാംഡയുടെ വാല്യൂ എന്ത് വരണം? നോട്ട് ഈക്വൽ ടു 9. മ്യൂവിന്റെ വാല്യൂ എന്ത് വരണം? മ്യൂ എന്നുള്ളത് എനി വാല്യൂ, മ്യൂ എന്ത് വന്നാലും കുഴപ്പമില്ല, മ്യൂ എനി വാല്യൂ. ലാംഡ നോട്ട് ഈക്വൽ ടു 5 ആണെങ്കിൽ റാങ്ക് ഓഫ് എ ആയിരിക്കും. റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് റാങ്ക് ഓഫ് എ എന്നുള്ളത് 3 ആയിരിക്കും. റാങ്ക് ഓഫ് എ ബി എത്രയായിരിക്കും? റാങ്ക് ഓഫ് എ ബി is equal to 3 ആയിരിക്കും. നമ്പർ ഓഫ് അൺനോൺസ് എത്രയുണ്ട്? നമ്പർ ഓഫ് അൺനോൺസ് വേരിയബിൾസ് എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. Therefore system has unique solution. രണ്ടാമത്തെ കേസ് ഓക്കെ. ഇനി മൂന്നാമത്തെ കേസ് നോക്കാം. മൂന്നാമത്തെ കേസ് പറയുന്നത് എന്താണ്? മൂന്നാമത്തെ കേസ്
മോർ ദാൻ വൺ സൊല്യൂഷൻ മൂന്നാമത്തെ കേസ്. മോർ ദാൻ വൺ സൊല്യൂഷൻ ഓർ ഇൻഫിനിറ്റ് സൊല്യൂഷൻ. അതിന് എന്ത് വരണം? ലാംഡയുടെ വാല്യൂ 5 വരണം, വീടിന്റെ വാല്യൂ എത്ര വരണം? വീടിന്റെ വാല്യൂ 9 വരണം. ലാംഡയുടെ വാല്യൂ 5 വീടിന്റെ വാല്യൂ 9 വന്നാൽ റാങ്ക് ഓഫ് എ എത്രയായിരിക്കും? റാങ്ക് ഓഫ് എ is equal to 2. റാങ്ക് ഓഫ് എ ബി എത്രയായിരിക്കും? റാങ്ക് ഓഫ് എ ബി is equal to 2. നമ്പർ ഓഫ് അൺനോൺസ് എത്രയാണ് ഇവിടെ? നമ്പർ ഓഫ് അൺനോൺസ് that is equal to 3. Therefore system has more than one solution. System has more than one solution. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്തത്? തന്നിരിക്കുന്ന 3 ഇക്വേഷനിൽ നിന്നും ഒരു സിസ്റ്റം ഓഫ് എ ബി എന്ന മെട്രിക്സ് കണ്ടുപിടിച്ചു. എ ബി എന്ന മെട്രിക്സ് എന്താണ്? 2 3 5 9 7 3 -2 8 2 3 ലാംഡ. ഇതാണ് എ ബി എന്ന മെട്രിക്സ്. എ ബി എന്ന മെട്രിക്സിൽ നമ്മൾ ആദ്യം എന്താണ് ചെയ്തത്? ഈ 2 ഫസ്റ്റ് റോയുടെ ഫസ്റ്റ് നോൺ സീറോ എലിമെന്റ് ആയ 2 ന്റെ താഴെയുള്ള ഈ 7നെ 2നെ 0 ആക്കി. 7നെ 0 ആക്കാൻ നമ്മൾ എന്ത് ചെയ്തു? R2 ചേഞ്ചസ് ടു 2R2 - 7R1. 2R2 - 7R1. അപ്പൊ ഇത് എന്തായി? 0 ആയി. ഇത് -15 ആയി. ഇത് -39 ആയി. ഇത് -47 ആയി. അടുത്ത ഈ R3യിലെ 2 0 ആക്കാൻ എന്ത് ചെയ്തു? R3 - R1. അപ്പൊ ഇത് 0 ആയി. ഇത് 0 ആയി. ഇത് ലാംഡ -5 ആയി. 2 -9 ആയി. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് കേസ് നോ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. നോ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ലാംഡയുടെ വാല്യൂ നമ്മൾ 5 കൊടുത്തു. ലാംഡയുടെ വാല്യൂ 5 കൊടുത്താൽ ഈ എലിമെന്റ് 0 ആയി കഴിഞ്ഞാൽ റാങ്ക് ഓഫ് എ എത്രയായിരിക്കും? 2 ആയിരിക്കും. ഇനി യുടെ വാല്യൂ നോട്ട് ഈക്വൽ ടു 9 അല്ലാത്ത ഒരു നമ്പർ വന്നാലോ റാങ്ക് ഓഫ് എ ബി എത്രയായിരിക്കും? 3 ആയിരിക്കും. അപ്പോൾ റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി. റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും ഈക്വൽ അല്ല എങ്കിൽ സിസ്റ്റം എന്താണ്? ഇൻകൺസിസ്റ്റന്റ് ആണ്. നോ സൊല്യൂഷൻ. അപ്പൊ ആ ഫസ്റ്റ് ആൻസർ എന്താണ്? നോ സൊല്യൂഷൻ. നോ സൊല്യൂഷൻ കിട്ടണമെങ്കിൽ ലാംഡയുടെ വാല്യൂ എന്ത് വരണം? ലാംഡയുടെ വാല്യൂ 5 വരണം. യുടെ വാല്യൂ എന്ത് വരണം? നോട്ട് ഈക്വൽ ടു 9. 9 ഒഴിച്ച് വേറെ ഏത് വന്നാലും കുഴപ്പമില്ല. രണ്ടാമത്തെ സൊല്യൂഷൻ ആണ് യുണീക് സൊല്യൂഷൻ. യുണീക് സൊല്യൂഷൻ എന്ന് പറയുന്നതാണ് ലാംഡ നോട്ട് ഈക്വൽ ടു 5. ലാംഡ 5 വരാൻ പാടില്ല. ലാംഡ 5 വരാൻ പാടില്ല. മ്യൂവിനുള്ളത് എന്ത് വന്നാലും കുഴപ്പമില്ല. മ്യൂവിന്റെ വാല്യൂ നമുക്ക് എന്ത് പറയാം. ലാംഡ 5 വരാതിരുന്നാൽ റാങ്ക് ഓഫ് എ എത്രയായിരിക്കും? 3 ആയിരിക്കും. റാങ്ക് ഓഫ് എ ബി എത്രയായിരിക്കും? ഈ റോയിലും നോൺ സീറോ ഉണ്ടെങ്കിൽ റാങ്ക് ഓഫ് എ ബിയും 3 ആയിരിക്കും. നമ്പർ ഓഫ് അൺനോൺസ് എത്രയാണ്? 3 ആണ്. റാങ്ക് ഓഫ് എ ഈക്വൽ റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ്. യൂണിക് സൊല്യൂഷൻ. അപ്പോ യൂണിക് സൊല്യൂഷൻ കിട്ടണമെങ്കിൽ ലാംഡ നോട്ട് ഈക്വൽ ടു 5ഉം മ്യൂവിന്റെ വാല്യൂ എനി വാല്യൂ മ്യൂ ഏത് വാല്യൂ ആയിരിക്കും. മൂന്നാമത്തെ കേസ് എന്താണ്? മോർ ദാൻ വൺ സൊല്യൂഷൻ. മോർ ദാൻ വൺ സൊല്യൂഷൻ വരണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ലാംഡയുടെ വാല്യൂ 5 വരണം. മ്യൂവിന്റെ വാല്യൂ എന്ത് വരണം? 9 വരണം. ലാംഡയുടെ വാല്യൂ 5ഉം മ്യൂവിന്റെ വാല്യൂ 9 വന്നു കഴിഞ്ഞാൽ റാങ്ക് ഓഫ് എ എത്രയായിരിക്കും? 2. റാങ്ക് ഓഫ് എ ബി എത്രയായിരിക്കും? 2. അപ്പോൾ നമ്പർ ഓഫ് അൺനോൺസ് എത്രയാണ്? 3. റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ റാങ്ക് ഓഫ് എ ബി ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ്. സിസ്റ്റം ഹാസ് മോർ ദാൻ വൺ സൊല്യൂഷൻ ഓർ ഇൻഫിനിറ്റ് സൊല്യൂഷൻ. ഇത് ഡിസംബർ 2020 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കേട്ട് ചോദിച്ചതാണ്. ഇതെല്ലാവരും നോട്ട് ചെയ്തോളൂ.